അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിസ്കാരത്തിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലായി എന്ത് ചെയ്യണം, കാണിച്ചു തരണം. അപ്പോൾ അതനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇമാം നമ്മുടെ അഫ്ന അസ്സലാമലൈക്കും. നമ്മൾ ളുഹ ആണ് നിസ്കരിക്കുന്നത്. ളുഹ നിസ്കരിക്കാൻ നമ്മൾ ആദ്യം നിയ്യത്ത് പറയണം. ഉസല്ലി ഫർള് ളുഹറിൻ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി മഹൽ ഇമാമി അദാൻ ലില്ലാഹി തആല എന്ന് പറയണം. ഇത് നമ്മൾ മലയാളത്തിലും പറയണം. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റകഅത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലയ്ക്ക് അഭിമുഖമായി നിന്ന് ഇമാമിനെ പിൻപറ്റി നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഇമാമാണെങ്കിൽ ഇമാമിനോടൊപ്പം നിസ്കരിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ കെട്ടണം. അതിനുശേഷം സന ഓതണം. സന സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ആണുങ്ങൾ കൈ കെട്ടുമ്പോൾ പൊക്കിളിന് താഴെ വേണം കെട്ടാൻ, ഹനഫി മദ്ഹബ് പ്രകാരം. അതിനുശേഷം ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. അതിനുശേഷം റുക്കൂയിലേക്ക് പോകണം. അല്ലാഹു അക്ബർ. കൈപ്പത്തികളുടെ ഉള്ളിൽ മുട്ടിൽ എത്തും വിധം പിടിക്കണം. റുക്കോയിൽ മുതുകും പെരടിയും സമമാക്കണം. റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് 3 വട്ടം പറയണം. അതിനുശേഷം റുക്കോയിൽ നിന്ന് ഉയരണം. റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. സമിഅല്ലാഹു ലിമൻ ഹമിദ. അതിനുശേഷം ഇഹ്തിദാലിൽ ഇതിന് ഇഹ്തിദാൽ എന്ന് പറയുന്നു. അതിന് ഇഹ്തിദാലിൽ അല്പസമയം നിൽക്കണം. ഇഹ്തിദാലിൽ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയണം. അതിനുശേഷം സുജൂദിലേക്ക് പോകണം. അല്ലാഹു സുജൂദിൽ മുട്ടും കൈപ്പത്തികളുടെ ഉള്ളും നെറ്റിയും മൂക്കും കാൽവരലുകളുടെ ഉള്ളും തറയിൽ തൊടുന്ന വിധം സുജൂദ് ചെയ്യണം. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 വട്ടം പറയണം. അതിനുശേഷം തക്ബീർ ചൊല്ലി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കണം. അല്ലാഹു അക്ബർ. അതിനുശേഷം സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അല്പസമയം ഇരിക്കണം. അതിനുശേഷം അടുത്ത സുജൂദിലേക്ക് പോകണം. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 വട്ടം പറയണം. അതിനുശേഷം വീണ്ടും എഴുന്നേൽക്കണം. അല്ലാഹു അക്ബർ. എഴുന്നേൽക്കണം. ഇപ്പോൾ ഒരു റക്അത്ത് പൂർത്തിയായി.